എനിക്ക് മലബാർ ഫൈസലും ആദില നൂറ വിഷയവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കത്തിജ്വലിച്ച് നിൽക്കണ കണ്ടപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ മലബാർ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നിർബന്ധിതമായി വിളിക്കേണ്ട ഒരു സാഹചര്യമുള്ള ആളുകളെയും കണ്ടു. അതേപോലെ തന്നെ ഞാൻ അറിയാതെ കയറി വന്നതാണ് എന്ന് പറയുന്ന ടീമിനെയും കണ്ട്. പക്ഷെ അദ്ദേഹം ഈ ആദില നൂറ വിഷയത്തിൽ അദ്ദേഹം മാന്യമായിട്ടാണ് അവിടെ നിന്ന് അവരോട് പെരുമാറുന്നത് എന്ന് ആ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രംഗം കണ്ടപ്പോഴേ ഞാൻ അങ്ങനെ ആലോചിച്ച് പോയത്, പണ്ട് ഒരു ടീം എല്ലാ കല്യാണപ്പേരയിലും പോകും. അതായത് ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കല്യാണപ്പേരെ തിരഞ്ഞ് നടന്ന് അങ്ങനെ കല്യാണങ്ങളിൽ കയറും. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങൾ വധുവിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ വരൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ മാറ്റി മാറ്റി പറയും. അങ്ങനെ ഒരിക്കൽ ഇവരിങ്ങനെ പോകുമ്പോൾ ഒരു കല്യാണ പന്തൽ കണ്ട് ഇവരതിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിളമ്പുന്ന ആൾ ചോദിച്ചു, അല്ല അപ്പം നിങ്ങളിപ്പോൾ എവിടുന്ന അപ്പം എന്ന് ചോദിച്ചു. ഞങ്ങൾ വരൻ്റെ ആൾക്കാരാണ് കാരണം. എന്നാൽ നല്ലോണം കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കോരി ഇട്ട് കൊടുക്കുക തന്നെയാണ്. നല്ല സൽക്കാരാണ്. അതായത് എന്നുമില്ലാത്തിലേറെ സൽക്കരിച്ചുങ്ങാണ്ട് കൈയൊക്കെ കഴുകി പോരാൻ നിൽക്കുമ്പോൾ ഇയാൾ പറഞ്ഞല്ലോ, ഇവിടെ വധുവില്ല വരനുമില്ല, ഇത് ഞങ്ങളമ്മ മരണപ്പെട്ടതിൻ്റെ ആണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓലെ എല്ലാ രീതിയിലും സൽക്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളമ്മ മരിച്ചതിൻ്റെ ആണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. മലബാർ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഈ ആദിലും നൂറിയും വരുമ്പോൾ അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്, അവരോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അവരെ മാന്യമായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം മാന്യമായി ചെയ്ത് സമൂഹത്തിൽ നിന്ന് വിമർശനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആദില നൂറ വിഷയത്തിൽ വിമർശനം എന്തായാലും വരും. കാരണം പ്രകൃതി അംഗീകരിക്കാത്ത, മനുഷ്യ സമൂഹം അംഗീകരിക്കാത്ത, മനുഷ്യകുലം മാനവരാശി അംഗീകരിക്കാത്ത ഒരു ബന്ധത്തിൽ, ഒരു വളരെ മോശപ്പെട്ട ഒരു ബന്ധത്തിൽ, ഒരു സംസ്കാരത്തിനും നിലക്കാത്ത ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന രണ്ടു പേർ, അത് അപ്രതീക്ഷിതമായി വന്നാൽ അവരോട് മാന്യമായി പെരുമാറുകയും എന്നാൽ അത് തൻ്റെ അറിവോടെ അല്ല എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണെന്നറിയാം നിങ്ങൾക്ക്? അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതെന്തടിസ്ഥാനത്തിൽ അയാൾ അറിയില്ല എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതായത് അത് അയാൾ അറിയാതെ വന്ന ഇത് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനാണ് കൊടുക്കുക ചെയ്യുക. ഈ മുതലാളിമാർ കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ഈ മുതലാളിമാരൊന്നല്ല വിളിക്കുക, ഇത് ഏൽപ്പിച്ച ആൾക്കാരെ വിളിക്കുക. ഓർക്ക് സെലിബ്രിറ്റികളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ഇവരിട്ട ലിസ്റ്റായിരിക്കും ഇവരൊക്കെ. അങ്ങനെ വന്ന് കയറുന്നതാണ്. അത് അയാൾ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇന്നൊക്കെ വിളിക്കലുണ്ട് ഇതേപോലത്തെ ചില ആൾക്കാർ. ഇപ്പോൾ അടുത്തുനിന്ന് വിളിച്ചിരുന്നു. അതായത് ഒരു റിട്ടയർഡായ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഭയങ്കര പൈസക്കാരനാണ്. അതേപോലെ തന്നെ നല്ല മൂപ്പരെ മോളെ കല്യാണത്തിൻ്റെ എന്തോ നിശ്ചയമോ ഒക്കെയാണ്, വലിയ പരിപാടിയാണ്, നിങ്ങളെ പോലെയുള്ള ആളുകൾ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ പോയിട്ടില്ല. എനിക്കെന്തോ അങ്ങനത്തെ കാര്യങ്ങൾ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതായത് നേരിട്ട് വിളിച്ച് ചെന്ന് ആ കല്യാണം കൂടി അവിടെ വധുവരന്മാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ആ ഒരു സുന്നത്തിൻ്റെ ഭക്ഷണം കഴിച്ച് അത് പോരുന്നതും, അവിടെ സെലിബ്രിറ്റിയായി അവരെ ഭയങ്കരമായി ഹൈപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, പോലെ വൈറലാക്കാൻ വേണ്ടിയിട്ടും എന്തിനാണ് വെറുതെ നമ്മൾ നോളയെങ്ങാണ്ട് പോകണത് എന്നുള്ളൊരു ചിന്ത. ചിലപ്പോൾ ആ ചിന്ത നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി പോണോടത്ത് കൂടെ ഒന്നും ക്യാമറയും കൊണ്ട് പോലുമില്ല. അഥവാ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഓലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ അതിങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് അത് നമ്മളൊരു കണ്ടൻറ്റേ അല്ലല്ലോ. നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇത്തരം വിഷയങ്ങളേ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് നമുക്കൊരു താല്പര്യം തോന്നാലുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കാണ് ചെന്നാൽ ഈ കാണുന്ന ആൾ, ഈ പറയുന്ന മുതലാളിക്ക് ഇന്നെ അറിയോ, അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. എന്നിട്ട് ഞാൻ അയാളൊപ്പം നിന്നിട്ട് ഞാനിങ്ങനെ യാത്രകൊണ്ടും എന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അയാളെ ബൂസ്റ്റ് ചെയ്ത് എന്തിൻ്റെ ആവശ്യമുണ്ട്? അതൊക്കെ ആലോചിച്ച് നോക്കി. അത് വേറൊരു തലാണ്. ഏതായാലും ഇവിടെ ഇതൊക്കെ സംഭവിച്ചു. ഇത് ഭയങ്കരമായിട്ട് ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയ തുറന്നാൽ മലബാർ ഫൈസലും ആദിലും നൂറിയും വിഷയമാണ്. അപ്പോൾ ഇത് അറിയാതെ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പരതി നോക്കുമ്പോൾ അറിഞ്ഞു വിളിച്ച ഒരാളെയും കൂടി കണ്ടു കേട്ടോ. അതും കൂടി പറയണം. അബ്ദുള്ള കുട്ടിയാണ്. അതായത് ഈ മലബാർ ഗോൾഡിനെ മലദ്വാർ ഗോൾഡ് എന്ന് പറയുന്ന സംഘികളുടെ നേതാവായ അബ്ദുള്ള കുട്ടിനെ നിർബന്ധപൂർവ്വം വിളിച്ചതായിരിക്കും. അത് മലബാർ ഫൈസൽ അറിഞ്ഞു വിളിച്ചതായിരിക്കും. അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് വിളിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം.
അത് അയാളൊരു ബിസിനസ്സുകാരനുമാണ്. മാത്രമല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അതിപ്പോൾ ഇനി എത്ര എന്നെ തെറി വിളിച്ചാലും, അതേപോലെ തന്നെ എന്നെ മലദ്വാർ ഗോൾഡ് എന്നോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളുടെ ഈ പറയുന്ന ഗോൾഡ് ശേഖരെന്നോ കള്ളക്കടത്ത് എന്നോ അതേപോലെ തന്നെ രാജ്യദ്രോഹി എന്നോ എന്ത് തന്നെ വിളിച്ചാലും അയാളെ നിർബന്ധിച്ച് ഈ പരിപാടിക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇയാൾ കൊസറാക്കൊള്ളി അയങ്ങാണ്ട് വല്ല EDയോ എൻഫോഴ്സ്മെൻറ്റോ മറ്റ് പിന്നെ രാഷ്ട്രീയ സ്വാധീനം ഭരണ സ്വാധീനം വെച്ചുകാണ്ട് ഇന്ന ആപ്പിലാക്കോ എന്നുള്ള ഒരു നിർബന്ധിത വിളിയിട്ട് അതിപ്പോൾ പല വലിയ ബിസിനസ്സുകാരുടെ വീടുകളിൽ ചെന്നാൽ നമുക്ക് പല ആൾക്കാരെയും കാണാം. സമൂഹത്തിൽ വിമർശിക്കുന്ന, നാവെടുത്താ നുണ പറയുന്ന, വർഗീയവാദികളെന്ന് വിളിക്കുന്ന ഇത്തരം ആളുകളുടെ നേതാക്കന്മാർ മുഴുവനും ഉണ്ടാവും അവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവർ നല്ലോണം നക്കും. ഈ പറഞ്ഞ മാതിരി നല്ലോണം ഓൽക്ക് തിന്നാൻ കൊടുത്ത് ഓലെ നല്ലോണം നക്കി വിട്ടിട്ട് അത് പോയി പല്ലിൻ്റെ അടി കുത്തി നിന്നിട്ട് പറയും മലദ്വാർ ഗോൾഡിൻ്റെ ഓ അങ്ങനെയാണ് ഓ ഇങ്ങനെയാണ് എന്ന് പറയും. ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരാണ് ഇപ്പം നമ്മളെ മാതിരിയുള്ള ആൾക്കാരൊക്കെ. ഏതായാലും ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു നോട്ടമാണ് ഇത്തരം വീഡിയോകളിലൊക്കെ നമ്മൾ കാണേണ്ടത്. കാഴ്ചകളാണ്, അത്തരം ചിന്തകളാണ് നമ്മൾ ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഭാഗത്ത് ആദില നൂറ ക്ഷണിക്കാതെ വന്നു എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത് എന്താണ്? എന്നാൽ അബ്ദുള്ള കുട്ടിനെ ഞാൻ വിളിക്കാതെ വന്നതാണ് എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഫൈസലൊന്ന് പറയട്ടെ. പറഞ്ഞാൽ അത് ബിസിനസ്സിനെ നല്ലോണം ബാധിക്കും. അത് ചിലപ്പോൾ വലിയ രീതിയിലേക്കുള്ള പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ പോകുമെന്നുള്ള നല്ല ധാരണ ആർക്കുണ്ട്? ഈ പറയുന്ന മലബാർ ഫൈസലിനുണ്ട്. എനിക്കിതിൽ മനസ്സിലായത് അതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കല്യാണത്തിന് പോവുകയാണെങ്കിലും എന്തിനു പോവുകയാണെങ്കിലും ക്ഷണിക്കപ്പെടുക, അത് ആ വ്യക്തി അറിഞ്ഞ് വിളിച്ച് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് അവിടെ ഇനി കല്യാണമാണെങ്കിലും കുടിരിക്കലാണെങ്കിലും അവരുടെ ബർക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പോയി ഇസ്ലാമിക വിശ്വാസി നില പടച്ചവനോട് പറഞ്ഞ് അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എന്നാൽ ഓലെങ്കിലും നന്നായി കാണുമല്ലോ, ഓലെ പ്രയാസം കേൾക്കണ്ടല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോരുന്നില്ല. അപ്പുറത്തേക്ക് പല കോപ്രായങ്ങളും കാട്ടി നാട്ടുകാരുടെ അടിയിൽ വൈറലാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകളെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തരം പ്രവൃത്തി കൊണ്ടാണ് എന്നുള്ളത് അല്പം ചിന്തിച്ചാൽ ഇതൊക്കെ മനസ്സിലാകുമെന്ന് ഓർമ്മപ്പെടുത്തി, ഏതായാലും അയാൾ അപ്പം ചെയ്ത കാര്യം അവരെ മാന്യമായിട്ട് സൽക്കരിച്ച് വിട്ടല്ലോ, അത് തന്നെയാണ് അദ്ദേഹം ചെയ്ത മാന്യത. ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ സമൂഹം, ഈ പ്രകൃതി, മാനവരാശി, ഇങ്ങനെ മതമായാലും മറ്റുള്ളതായാലും ആരും സംസ്കാരം ഇതൊന്നും അംഗീകരിക്കാത്ത, അത് അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളുകളൊന്നും അംഗീകരിക്കാത്ത പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അത് നമുക്ക് തുറന്ന് എവിടെയും പറയാം. അതൊരു ഇകഴ്ത്തലല്ല, അതൊരു ആശയ സംവാദമാണ്. പ്രകൃതിപരമായി നോക്കൂ, മാനവരാശിക്ക് നോക്കൂ, ഇനി ഇവിടെ മക്കളുണ്ടാക്കുന്ന അത്തരം അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ ആ ജീവൻ്റെ ഉൽപ്പത്തിയോടെ നിലനിൽക്കണ്ടേ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ, എന്നിട്ട് വരെ പ്രവൃത്തി നോക്കൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് പിന്നെ നോക്കുമ്പോൾ അവരോട് വിയോജിപ്പുണ്ടാകും. ആ വിയോജിപ്പിനെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ അറിയാത്ത ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം മാന്യമായി അതിനെ സൽക്കരിച്ചു വിട്ടു. അതിന് വേണ്ടിയിട്ട് ഇവിടെ കടന്ന് കണ്ണീര് വാർക്കുന്ന ആളുകൾ ഉണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ അബ്ദുള്ള കുട്ടിയുടെയൊക്കെ വരവ് കാണാതെ പോയ ആളുകളുമുണ്ട്. ഒരു ഭാഗത്ത് നിർബന്ധിത വിളിയും ഒരു ഭാഗത്ത് അറിയാത്ത വിളിയുമാണ് ഫൈസൽ കയുടെ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടിയിൽ നടന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് തുറന്നു പറഞ്ഞു. അപ്പം എന്നാൽ വേറെ വിഷയവുമായി കാണാം. ഓക്കെ, നിർത്തുന്നു. നന്ദി.